ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോബ ടീ അല്ലെങ്കിൽ ബബിൾ ടീ എന്നൊക്കെ പറയില്ലേ, അതാണ്. സാധാരണ ബോബ ടീ അല്ലെങ്കിൽ ബബിൾ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടപ്പിയോക്ക പൗഡറൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഇല്ലാണ്ട് ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെയാണ് ബോബ ടീ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചൗവരിയാണ്. ചൗവരി ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ. ചൗവരി എടുത്തിട്ട് ഒരു ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ 1 കപ്പ് ശർക്കരയും ഒരു പകുതി കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യുക. അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക, ശർക്കര പാനിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ചവ്വരി ഉണ്ടല്ലോ, ഈ ചവ്വരി ഒന്ന് തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് നമുക്ക് നമ്മുടെ ചവ്വരി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാനിയും ശർക്കര പാനീയത്തിൻ്റെ അകത്ത് ഈ ഒരു ചവ്വരി നന്നായിട്ട് കുറുകി കിട്ടണം. അതായത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ഒരു ബ്രൂ ഉണ്ടല്ലോ, ഞാൻ എടുത്തിരിക്കുന്നത് 2 രൂപയുടെ ചെറിയൊരു സാഷേ പാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂണ്, ഒരു ചെറിയൊരു സ്പൂണ് കോഫി പൗഡർ ഇട്ടാലും മതി. ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബ്രൂ അതിലേക്ക് ഇടുകയാണ്. ഈ ബ്രൂവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് എത്രയും മിക്സ് ചെയ്ത് എത്രയും തിക്ക് കൺസിസ്റ്റൻസിയിലാക്കാമോ അത്രയും നല്ലതാണ്. ഇത് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ദേ ഇപ്പോൾ നമ്മൾ 1 കപ്പ് എന്തായിരുന്നു, 1 കപ്പ് ചവ്വരിയായിരുന്നു, 1 കപ്പ് ശർക്കരയായിരുന്നു, 1/2 കപ്പ് വാട്ടറായിരുന്നു. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ഞാൻ ഈ ഒരു 2 കപ്പ് മിൽക്കാണ് ഒഴിക്കുന്നത്. മിൽക്കിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ഷുഗറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര പാനീയത്തിന് നല്ല മധുരം ഉണ്ടാകും. ഇനി ഒരു ബ്രൂവും കൂടെ, അതായത് 2 രൂപേൻ്റെ ആ ഒരു ചെറിയ സാഷേ പാക്കറ്റ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഞാനിട്ടിട്ട് ഈ ഒരു പാലും ഈ ഒരു കുറച്ച് പഞ്ചസാരയും ഈ ബ്രൂ, ഇത് 3 കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ചൂടാക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ തിളച്ച് അങ്ങനെ പൊന്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കും